ഷീജാവധം അധ്യായം 15 ക്രൈം ത്രില്ലർ. കയ്യിലുണ്ടായിരുന്ന സിഗരറ്റിന് തീ കൊളുത്തി സത്യൻ വലിച്ചൂതി. ഐശ്വര്യ അയാൾക്ക് അടുത്തെത്തി സത്യനോട് ചേർന്ന് നിന്നു. എന്താണ് സാറേ, എന്താ ഇപ്പോൾ ഒരു വല്ലായ്മ? എടോ, വലിയൊരു കൊലപാതകങ്ങളുടെ കുരുക്കാണ് അറിയാൻ പോകുന്നത്. ഉള്ള തെളിവുകൾ മുഴുവൻ വിരൽ ചൂണ്ടുന്നത് ഇവിടുത്തെ ഭരണപക്ഷത്തിലേക്ക്. എന്താകും എന്നറിയാത്തൊരു വല്ലായ്മ. സാറേ, മുഖം നോക്കാതെ തീരുമാനമെടുത്തുള്ള ശീലമല്ലേ നമുക്കുള്ളൂ. കാക്കയ്ക്കും പൂച്ചയ്ക്കും വളർത്താതെ അവർക്ക് കൊടുക്കാതെ തൻ്റെ മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ. ഒടുവിലേ അവർക്ക് മക്കളെ നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ അതൊരു വല്ലാത്ത വേദനയല്ലേ. അവരുടെ കൂടെ നീതിയും നിയമവും കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും സാർ? ഐശ്വര്യ, ഒരുപക്ഷെ നമ്മൾ ഇത് മുകളിലുള്ളവരോട് പറഞ്ഞാൽ നിന്നാൽ നാളെ നേരം പുലരുമ്പോൾ ഞാനും നീയും ഉണ്ടാവണമെന്നില്ല. നമുക്കിത് മീഡിയയോട് വേണം സംസാരിക്കാൻ. അതിനു മുമ്പ് ഞാൻ CMനെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ശരിയായ വ്യക്തിയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതിനെന്തെങ്കിലും തരത്തിലൊരു വ്യത്യാസമുണ്ടായാൽ പിന്നീട് അവർക്ക് ആലോചിക്കാനുള്ള സമയം പോലും ഇല്ലാതെ നമ്മളൊരു പ്രസ് മീറ്റ് സംഘടിപ്പിക്കണം. ഓക്കെ സാർ. പക്ഷേ ഇനിയും തീരാതെ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ? ഇതുവരെ ഷീജയുടെ കൊലപാതകി ആരാണെന്ന് നമുക്ക് കണ്ടുകിട്ടിട്ടില്ല. കൊലപാതകത്തിന് പിന്നിലുള്ള മോട്ടിവേഷൻ എന്താണ് എന്ന് മാത്രമേ നമുക്കറിയൂ. സാഹചര്യ തെളിവുകളും സാക്ഷികളും ബിലാലിനെതിരാകുമ്പോൾ ഇതുവരെ ബിലാലല്ല അത് ചെയ്തത് എന്ന് സമർപ്പിക്കാൻ കോടതിയിൽ പോലും നമുക്കായിട്ടില്ല. കേസിൻ്റെ വിചാരണ 3ാം ഘട്ടം ആരംഭിക്കുകയാണ്. ഈയൊരു രാത്രികൾക്കപ്പുറത്തേക്ക് ഇവരെ ഇവിടെ ഇങ്ങനെ കാത്തുവയ്ക്കാൻ നമുക്കാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഒരു ഒഫീഷ്യൽ അറസ്റ്റ് വാറണ്ട് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. മറ്റേ ട്രക്ക് ഡ്രൈവറും സെൻ ഡ്രൈവറും അയൽവാസിയും അയാളുടെ ഭാര്യ ഒന്നും പ്രശ്നമല്ല. പക്ഷേ കൗൺസിലർ പ്രശ്നക്കാരനാണ്. ജനപ്രതിനിധിയെ നമ്മുടെ കസ്റ്റഡിയിൽ വെക്കുമ്പോൾ അതിന് പ്രത്യേക മാനദണ്ഡങ്ങളൊക്കെ ഇല്ലേ സാർ? ഐശ്വര്യ, ഇതൊക്കെ എനിക്കറിയാനിട്ടില്ല. പക്ഷേ ഇവറ്റകളിൽ ആരെങ്കിലും ഒരാൾ പുറത്തേക്ക് പോയാൽ പിന്നെ നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഇവരീ പറഞ്ഞതൊന്നും പിന്നീട് സമ്മതിക്കണമെന്നുമില്ല. നമുക്കാവശ്യമുള്ളത് അവരുടെ മൊഴികളെല്ലാം ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഗിരിജ മേഡത്തിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ജഡ്ജിയാണല്ലോ. ഇവരുടെ മൊഴികൾ പകർത്തി ഇന്ന് നേരം വിളിക്കുന്നതിന് മുമ്പ് ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പിന്നെ നമുക്ക് കോടതി സമയം വരെ സമാധാനം കിട്ടും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എന്നെ ഈ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു സ്പെഷ്യൽ ഓർഡറാണ് ഇപ്പോൾ വേണ്ടത്. രാധാ കൊലക്കേസ് അന്വേഷിക്കാൻ വന്ന എനിക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല സർ. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് തന്നെ പ്രതികൂലമായി വരുമ്പോൾ അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുമെന്ന് തോന്നുന്നു. അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി തന്നെ പത്രക്കാരെ ഇവിടെ എത്തിക്കും. നാളെ നേരം വെളുക്കുമ്പോൾ ഈ നാടിനെ തന്നെ ഇളക്കി മറിക്കാൻ പാകത്തിന് ഒരു വലിയ ബോംബ് നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷേ അതുവരെ ഇവർ ആരുടെയും ഒരു കോള് പോലും പുറത്തേക്ക് പോകാൻ പാടില്ല. സത്യൻ സിഗരറ്റ് വലിച്ചൂതി. പുകച്ചുരുളുകൾ ആകാശത്ത് വലയം തീർത്തു. സത്യൻ്റെ ഫോണ് റിങ് ചെയ്തു. രാജേട്ടനായിരുന്നു. ഹൃദയമിടിപ്പോടെ സത്യനും ഐശ്വര്യയും ഫോണിലേക്ക് നോക്കി. എടോ സത്യ, എന്തെന്നാന്ന്? കുഴപ്പമുള്ള ഒരു ജാതി ആദ്യമൊന്നും അല്ലല്ലോ. രാജേട്ടാ, അങ്ങനെ ചോദിച്ചാൽ കുഴപ്പമാണ്. എന്നാൽ ഞാൻ സഖാവിന് കൊടുക്കാം. താൻ നേരിട്ട് തന്നെ പറഞ്ഞോ. ഇനി താൻ എന്നോട് പറഞ്ഞിട്ട് അതിൻ്റെ സ്വകാര്യത പോകണ്ട. രാജേട്ടൻ CMൻ്റെ അരികിലെത്തും വരെ സത്യൻ ലൈനിൽ കാത്തുന്നു. ഹലോ. അപ്പുറത്തു നിന്നും CMൻ്റെ ഗംഭീരമായ ശബ്ദം കേൾക്കാം. സാർ, സത്യനാണ്. സത്യ, ഞാൻ തന്നെ അങ്ങോട്ടൊന്ന് വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. രാജേഷ് പറഞ്ഞു നീ വിളിച്ചിരുന്നത്. എന്താപ്പാ, എന്തോ ഒന്നുണ്ടല്ലോ എൻ്റെ കയ്യിൽ? സാറേ, ആ ഷീജ കേസിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ബാധിക്കുന്നത് തന്നെയാണ്. എടോ, താൻ എന്തെന്നാന്ന് പറയുന്നത്? ഷീജ എന്ന് പറയുന്ന പെൺകുട്ടീനെ കൊല്ലാൻ വേണ്ടി പാർട്ടി ഓഫീസിൽ നിന്ന് കൊട്ടേഷൻ കൊടുത്തിനാ? ഇല്ല സർ, പാർട്ടിക്ക് നേരിട്ട് ഇതിൽ പങ്കില്ല. പക്ഷേ ജില്ലയുടെ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളിന് പങ്കുണ്ട്. എടോ സത്യൻ, അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ഒരു വ്യക്തിയല്ല പാർട്ടി. പാർട്ടി വേറെ, വ്യക്തി വേറെ. ഇവിടെ വ്യക്തികൾക്കൊരു പ്രാധാന്യമില്ല. 1000 സഖാക്കളുടെ രക്തങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതാണ് ഈ പ്രസ്ഥാനം. അതുകൊണ്ട് കുറ്റവാളികൾ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം. അതിന് ഞാനായാൽ പോലും. സർ, അപ്പോൾ ബാക്കിയെല്ലാ തെളിവുകളും ശേഖരിച്ചു കഴിഞ്ഞു. ഇനി ഞാനാണ് കേസ് അന്വേഷിക്കുന്നതിനുള്ള അന്വേഷണ ചുമതലയും പിന്നെ അറസ്റ്റ് വാറണ്ട്. ഇത് രണ്ടുമാണ് വേണ്ടത്. അന്വേഷണ ചുമതല നിനക്കാക്കിക്കൊണ്ടുള്ള ഒരു മെയില് ഒരു 5 മിനിറ്റ് കൊണ്ട് ജില്ലാ പോലീസ് മേധാവിക്കും പിന്നെ തനിക്കും എത്തും. അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ ഞാൻ നിർദ്ദേശം കൊടുക്കും. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ നാളെ നേരം വിളിക്കുമ്പോൾ
പത്രത്തിൽ ഷീജയുടെ യഥാർത്ഥ പ്രതിയെ കാണാം എന്നുള്ളതാണ് താൻ പറയുന്നത് അല്ലേ? ഷീജയുടെ യഥാർത്ഥ പ്രതി മാത്രമല്ല സാർ, കേരളത്തിൽ നടന്നിട്ടുള്ള പല അരുംകൊലകൾക്ക് പിന്നിലുള്ള ഒരു മാഫിയ സംഘത്തിനെ സാറിന് കാണാൻ കഴിയും. അതെന്തൊക്കെയാണെന്ന് താൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ സാർ. അത് ഈ കേസ് അന്വേഷണത്തിനിടയിൽ കിട്ടിയ ഒരു ബോണസാണ്. ഇവിടെ പത്തനംതിട്ടയിലെ പെൺകുട്ടികളുടെ തിരോധാനം, പിന്നെ മാനന്തവാടിയിലെ ഒരു ട്രാൻസ്ജെൻഡർ കൊലപാതകം എന്നിവയെല്ലാം ഇതിന് കണക്റ്റഡ് ആണ്. എടോ സത്യൻ, അപ്പോൾ താൻ പറഞ്ഞതുപോലെ ആ ബിലാൽ നിരപരാധിയാണ് അല്ലേ? അതെ സാർ, അയാൾ നിരപരാധിയാണ്. അതെ, അയാൾക്ക് മുകളിൽ നമ്മളെല്ലാം കെട്ടിച്ചമച്ച കഥകളാണല്ലോ സാർ. എന്തായാലും തൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ. CMൻ്റെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു മഴ പെയ്ത് തീർന്നത് പോലെയായിരുന്നു. എന്തായി സാറേ? ഐശ്വര്യ ആകാംക്ഷയോട് ചോദിച്ചു. എടോ സാറ് പച്ചക്കൊടി വീശി. സാറേ, വേറെ ഒരു വാർത്തയുണ്ട്. ആ ലോ കോളേജിലേക്ക് സമരം നയിച്ച പയ്യനെ പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന് പൊക്കിയാലോ? പിന്നെന്താണ് ഐശ്വര്യ, പൊക്കിക്കോ. സത്യൻ്റെ ഫോൺ ബെല്ലടിച്ചു. DYSP ആണ്. നമസ്കാരം സാർ. ആ സത്യൻ, താനിനി ഈ തെളിഞ്ഞ കേസ് എന്നാ മാങ്ങാത്തൊലി ഉണ്ടാക്കാനാണോടോ? എന്തായാലും ആ CMൻ്റെ സ്പെഷ്യൽ ഓർഡർ വന്നിട്ടുണ്ട്. കേസിൻ്റെ ഫയലെടുത്ത് എന്തേലും ഉണ്ടാക്കാൻ നോക്ക്. ശരി സാറേ. അപ്പുറത്തു നിന്നും അയാൾ ഈർഷ്യയിൽ ഫോൺ വയ്ക്കുന്ന ശബ്ദം കാതിൽ വന്നടിച്ചു. ഐശ്വര്യ, ഒരു കാര്യമുണ്ട്. എന്താണ് സാർ? അവൾ അയാളോട് ചേർന്ന് നിന്നു. പ്രിയമുള്ളവരെ, ഈ കഥ ഇവിടെ തുടരുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടെ കൊടുക്കുക. താങ്ക് യു.